കഴിഞ്ഞ തവണ ലഭിച്ച 5 സീറ്റുകളെ കൂടാതെ ഒരു സീറ്റ് കൂടി ലഭിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM നേതൃത്വത്തിനുള്ളത്. അത് മറ്റൊരു സീറ്റുമല്ല, പാലാ സീറ്റ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന സംസ്ഥാന രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ജോസ് കെ മാണി നേരിട്ട് കളത്തിലിറങ്ങുന്ന ആ പാലാ സീറ്റ് ഇത്തവണ LDF-നൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ മൊത്തം 6 സീറ്റ് ഇത്തവണ നേടാൻ സാധിക്കുമെന്ന് CPM വിലയിരുത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്നലെ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂഞ്ഞാറിലടക്കം ന്യൂനപക്ഷ വോട്ടുകൾ LDF-ന് അനുകൂലമായിട്ട് വരുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ കടുത്തുരുത്തി അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില ഡീൽ വിവാദങ്ങൾ. കടുത്തുരുത്തിയും കോട്ടയത്തും BDJ സ്ഥാനാർത്ഥികൾ വന്നത് എങ്ങനെ, അതിൽ ചില ഡീൽ സംശയമുണ്ട് എന്നൊരു ആക്ഷേപം കൂടി ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് വിലയിരുത്തൽ പോകുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ 5 സീറ്റാണ് ലഭിച്ചത്. UDF-ന്റെ ഉരുക്കോട്ട എന്ന് പറയുന്ന കോട്ടയത്ത് കഴിഞ്ഞ തവണ 5 സീറ്റുകൾ നേടി. ഇത്തവണ ആ 5 സീറ്റുകളെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റെന്ന് LDF കരുതുന്ന അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റായ പാലാ കൂടി ജോസ് കെ മാണി പിടിച്ചെടുക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി CPM നടത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനും സമാനമായിട്ടുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്.